കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒ പി ഇരിക്കുമ്പോഴോ പെട്ടെന്ന് ഒരു കുടുംബം മുഴുവൻ കരഞ്ഞുകൊണ്ട് ഓടി വരും. എൻ്റെ കൊച്ചു തറയെ വീണെ തലയടിച്ചു എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നത് കാണാം. ഞാൻ ഡോക്ടർ സുനിൽകുമാർ, പീഡിയാട്രിഷ്യൻ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ ഹെഡ് ഇഞ്ചുറിയെക്കുറിച്ചാണ്. ഹെഡ് ഇഞ്ചുറിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. മിക്കവാറും എല്ലാ കുട്ടികളും ഒരു പ്രാവശ്യം ഒരിക്കലും അല്ലെങ്കിൽ വേറൊരു പ്രാവശ്യം വീണിട്ടുണ്ടാകും, അത് ഉറപ്പാണ്. നമുക്കിത് എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരു കുട്ടി വീണു, തലയടിച്ചു എന്നുണ്ടെങ്കിൽ കൂടുതൽ ഷെയ്ക്ക് ചെയ്യരുത്, കൊച്ചിനെ എടുത്ത് കുലുക്കുകയോ തടവുകയോ ചെയ്യരുത്. ഐസ് പാക്ക് ഉപയോഗിച്ച് ഇഞ്ചുറി പറ്റിയ സ്ഥലത്ത് പതുക്കെ തടവുക. ഐസ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ബ്ലീഡിംഗ് ഒന്നും വരാതെ അല്ലെങ്കിൽ കൂടുതൽ മുഴച്ചു വരാതെയും ഇരിക്കും. പിന്നെ അഥവാ ഹെഡ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. കൊച്ച് കാര്യമില്ലാതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. 1, 2, 3 പ്രാവശ്യം വെറുതെ കാര്യമില്ലാതെ ഛർദ്ദിക്കും. പിന്നെ ഒരുമാതിരി ഡ്രൗസി ആയിട്ടിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഭാഗം വീക്ക്നെസ് പോലെ ഉണ്ടാവും. സാധാരണ ആക്ടിവിറ്റി ഒന്നും കാണില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ CT സ്കാനൊക്കെ എടുത്ത് അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമുണ്ട്. അഥവാ കുട്ടികൾ വീഴുകയാണെങ്കിൽ അവരെ എങ്ങനെ ഹെഡ് ഇഞ്ചുറിയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും? വീണ് കഴിഞ്ഞാൽ അപകടം പറ്റാതിരിക്കാൻ കുട്ടികൾക്ക് ഹെൽമെറ്റ് അവൈലബിൾ ആണ്. ചെറിയ സ്പോഞ്ചിൻ്റെ ചെറിയൊരു സ്റ്റെപ്പ്, അതിൻ്റെ മുകളിലൊരു ക്രോസ് പോലെയൊക്കെ ഇരിക്കുന്ന ഹെൽമെറ്റ് അവൈലബിൾ ആണ്. നമ്മുടെ ഓൺലൈൻ സ്റ്റോറുകളിൽ ഈ ഹെൽമെറ്റ് അവൈലബിൾ ആണ്. വലിയ അധികം വിലയൊന്നുമില്ല, 10-300 രൂപയ്ക്കകത്ത് ഹെൽമെറ്റ് കിട്ടും. പിന്നെ ബേബി ഷോപ്പുകളിലും ഇത് ലഭ്യമാണ്. 24 ഹവറും ഇത് കൊച്ചിൻ്റെ തലയിൽ വെക്കുകയാണെങ്കിൽ കുട്ടികളെ വീണാൽ പോലും നമുക്ക് ഹെഡ് ഇഞ്ചുറി വരാതെ രക്ഷപ്പെടുത്താൻ സഹായിക്കും. അത് ഈ ഹെൽമെറ്റ് നടന്നു തുടങ്ങുന്ന കുട്ടികൾക്ക് ഹെൽമെറ്റ് വയ്ക്കുക. 2-3 വയസ്സ് വരെ ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ വീഴ്ചകളിൽ നിന്നും അവരുടെ തലയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.